പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, ഇന്നത്തെ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോക സമൂഹമായി ആയിട്ടുള്ള കേരളീയരായ നമുക്കും അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മുടെ പോരാട്ടം നാം നടത്തേണ്ടത്. ആമുഖമായി നമുക്കറിയും പോലെ തന്നെ 1948 വളരെ സമാധാനത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരുന്ന ഫലസ്തീൻ എന്ന ആ പ്രദേശത്ത് ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും സാമ്രാജ്യത്വത്തിൻ്റെ വീതം വെപ്പിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇസ്രായേൽ എന്ന ഒരു രാഷ്ട്രം സ്ഥാപിക്കുകയും അവിടെയുള്ള ആളുകളെ അവിടെ നിന്ന് തുരത്തി ഓടിക്കുന്ന രൂപത്തിലേക്ക് സയനിസ്റ്റ് ചിന്താഗതിയായി അത് പിന്നീട് വളരുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇന്ന് അവിടങ്ങളിലുള്ള ആളുകളെയൊക്കെ ആട്ടി ഓടിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ജനാധിപത്യ വിശ്വാസികൾ എന്ന നിലക്ക് ഇതിനെതിരെയുള്ള സോഷ്യൽ മീഡിയയിലൂടെയുള്ള ക്യാമ്പയിനിങ് ആണ് നാം അത് ഏറ്റെടുക്കേണ്ടത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷിലുള്ള ഫലസ്തീനിലെ അതുപോലെ തന്നെ ഗസയിലെ മർദ്ദിത ജനവിഭാഗത്തിൻ്റെ ആക്രമണത്തിന് ഇരയായിട്ടുള്ള പട്ടിണി കിടന്ന് പട്ടിണിയിലിട്ട് പീഡിപ്പിക്കപ്പെടുന്ന അവരുടെ ദയനീയമായ കാഴ്ചകൾ അത് ലോകത്തിൻ്റെ എല്ലാ ഇവിടങ്ങളിലേക്കും എത്തിക്കപ്പെടുക, ജനാധിപത്യ വിശ്വാസികളുടെ ഇടയിലേക്ക് എത്തിക്കപ്പെടുക എന്നതാണ് നാം ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഇടതുപക്ഷ ചായ്വുള്ള ഭരണാധികാരികളാണ് ഇതിനെതിരെ ഏറ്റവും പ്രതികരിക്കുന്നത്. അങ്ങനെ ലോകത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വലതുപക്ഷ ഭീകരതയ്ക്കെതിരെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭീകരതയാണ് ഇന്ന് ലോകം നേരിടുന്ന മുഖ്യ പ്രശ്നം. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള ഒരു ക്യാമ്പയിനിങ്ങും കൂടിയായിട്ട് ഇത് മാറേണ്ടതുണ്ട്. ലോകത്ത് സമാധാനം പുലരണമെങ്കിൽ ഇത്തരത്തിൽ സയനിസ്റ്റ് ചിന്താഗതികളെ ഏതോ വിധേനയും അമർച്ച ചെയ്തിട്ടില്ല എങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ അടുത്തു തന്നെ സൗദി അറേബ്യയോട് പോലും ഞങ്ങളാണ് സംരക്ഷിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ മിലിറ്ററിക്ക് ഞങ്ങളുടെ അതായത് അമേരിക്കയുടെ മിലിറ്ററിക്ക് പൈസ കൊടുക്കണം എന്ന് പറയുന്ന, നമ്മുടെ ഇന്ത്യയൊക്കെ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് ഇവിടെ നാട്ടുരാജ്യങ്ങളെ ഏതു വിധത്തിൽ ബ്രിട്ടീഷുകാർ കൈകാര്യം ചെയ്തു അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികൾ കൈകാര്യം ചെയ്തു, ആ ഒരു നിലയിലേക്കാണ് ഇന്ന് ലോകം വളർന്നുകൊണ്ടിരിക്കുന്നത്. സൈനികപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളെ സൈനികമായി ഉന്നതിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ കീഴടക്കുക അല്ലെങ്കിൽ സാമ്പത്തികമായി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കീഴടക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളീയരെ സംബന്ധിച്ചിടത്തോളം, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള നമുക്ക് ഈ ഇംഗ്ലീഷിലുള്ള ഇത്തരം ഗസയിലെയും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലുള്ളയും ഒക്കെ ഇത്തരം സാമ്രാജ്യത്വ നയങ്ങൾക്കെതിരെ നമ്മൾ നിരന്തരം പോസ്റ്റുകൾ ചെയ്യണം. ഈ ഗസയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറബിയിലുള്ള പോസ്റ്റുകൾ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം അവിടെ അവർ ജനാധിപത്യത്തിൻ്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത ആളുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ സാമ്രാജ്യത്വത്തിനെതിരെ നമ്മൾ ഓരോരുത്തരും ശബ്ദിക്കുക. അങ്ങനെ ശബ്ദിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് മാത്രമേ ഗസയിൽ ഉൾപ്പെടെ ഈ ജനാധിപത്യ വിശ്വാസികൾ ഇത്തരം രൂപത്തിൽ സംഘടിച്ചാൽ മാത്രമേ ഗസയിൽ ഉൾപ്പെടെ ലോകത്തെവിടെയും സമാധാനം നിലനിൽക്കുകയുള്ളൂ. അതിനുവേണ്ടി മലയാളികൾ എന്നുള്ള നിലക്ക് നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്, ഞാൻ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിൽ നിന്ന് ഊന്നിക്കൊണ്ട് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ ഉള്ള ഒരു ക്യാമ്പയിനിങ് നാം ഓരോരുത്തരും ഏറ്റെടുത്താൽ അത് നമുക്ക് വരും തലമുറയ്ക്ക് ലോക സമാധാനത്തിന് തന്നെ ഉതകുന്ന രൂപത്തിലാകും. അത് നമുക്കെല്ലാവർക്കും കൈകോർത്തുകൊണ്ട് ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.